what happened to the next article, that is article 31. ഈ 31 എന്ന് പറഞ്ഞ ആർട്ടിക്കിളിനെ നമ്മൾ എന്ത് ചെയ്തു വെച്ചാല് ഈ ആർട്ടിക്കിൾ 31 വാസ് റിപ്പീൽഡ്. റിപ്പീൽഡ് മീൻസ് വി റിമൂവ്ഡ് എന്നാണ്, നമ്മൾ ഒഴിവാക്കി. റിപ്പീൽഡ് ഇൻ 1978 under 44th Constitutional Amendment Act 1978. So 44th Constitutional Amendment Actile നമ്മൾ ആർട്ടിക്കിൾ 31 റിപ്പീൽ ചെയ്തു. സോ വാട്ട് ഈസ് ദെയർ ഇൻ ആർട്ടിക്കിൾ 31? ആർട്ടിക്കിൾ 31-ലായിരുന്നു നമ്മൾ എന്ത് ഫിക്സ് ചെയ്തിരുന്നത്? ദ റൈറ്റ് ടു പ്രോപ്പർട്ടി. So right to property was clearly explained in Article 31. We removed that right from the Indian Constitution in 1978 under Constitutional Amendment Act. Constitutional Amendment Act എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, പുതിയ കുട്ടികൾക്ക് വേണ്ടി പറയാം. കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ എഡിറ്റ് ചെയ്യുകയോ ഡിലീറ്റ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് അമെൻമെന്റ്. ഓക്കെ, ഞാൻ ഫുൾ എഴുതാം. അമെൻമെന്റ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ എഡിറ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് അമെൻമെന്റ്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഡിറ്റ് ചെയ്യുന്ന നിയമം വേണം, അതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട്. അത് ഒന്നാമത്തെ വന്നിട്ടുണ്ട്, രണ്ടാമത്തെ വന്നിട്ടുണ്ട്, മൂന്ന് അങ്ങനെ വന്നിട്ടുണ്ട്. അങ്ങനെ 44ാമത് വന്നപ്പോഴാണ് നമ്മൾ ഈ ആർട്ടിക്കിൾ 31 എന്ന സാധനം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്തിൽ നിന്ന് റിമൂവ് ചെയ്തത്. സോ ആർട്ടിക്കിൾ 31 ഈസ് എ പാർട്ട് ഓഫ്, ഡീൽസ് വിത്ത് ദ റൈറ്റ് ടു പ്രോപ്പർട്ടി. സോ നൗ ഇൻ ഇന്ത്യ no citizen have the right to their own property. There is no fundamental right, there is only legal right. അപ്പൊ എനിക്ക് 1 acre സ്ഥലമുണ്ട്, so I have 1 acre of land, means what? That 1 acre of land is not my fundamental right. The 1 acre of land is only my legal right. ഒരു സിവിൽ റൈറ്റ് മാത്രമേ അതിന്റെ മുകളിലുള്ളൂ എന്നുള്ളതാണ് ഇതിൽ നമ്മൾ ഓർത്തു വെക്കാനുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. Okay, so right to property was repealed. അത്രയും പോയിന്റ്സ് നമ്മൾ ഓർത്തു വെക്കാം. അപ്പൊ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ആ ഒരു റൈറ്റ്, now the right to property was repealed from article 31. Now it is there, very long away. Now it is there in article 300A. ഇപ്പൊ എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 300A ആണ്. Now it is only A. That means അതുകൊണ്ട് നോട്ട് ചെയ്യാം. Now property is only a legal or constitutional right, not fundamental right. ഇതാണ് അതിന്റെ പോയിന്റ്. അപ്പോ റൈറ്റ് ടു പ്രോപ്പർട്ടി ഈസ് നൗ ജസ്റ്റ് okay, hold on please, 1 minute. എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചോ.